ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നല്ല നാടൻ അടുക്കള. നമ്മുടെ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ ഇഷ്ടപ്പെടുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ് തരി ഉണ്ട അഥവാ റവ ലഡു. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ട് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. നിങ്ങൾ ഈ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. റവ ലഡുവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് റവ തന്നെയാണ്. ഞാനിവിടെ 2 കപ്പ് റവയാണ് എടുത്തിട്ടുള്ളത്. 1 കപ്പ് എന്ന് പറയുന്നത് 250 ml ആണ്. റവ നന്നായി അരിപ്പയിൽ അരിച്ചെടുക്കണം. അരിച്ചെടുത്ത റവ ഒന്ന് വറുത്തെടുക്കണം. അതിനായി ഒരു പാത്രത്തിലിട്ട് അടുപ്പത്ത് വെക്കാം. നന്നായി ഇളക്കി കൊടുക്കണം, ഇല്ലെങ്കിൽ അടിയിൽ പിടിച്ച് കരിഞ്ഞു പോകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. റവ വറക്കുമ്പോൾ എന്താ പറയുക, നമ്മൾ ഈ റവ ഉപ്മാവൊക്കെ ആക്കില്ലേ, ആ ഒരു ലെവലിൽ റവ വറുത്താൽ മതി. അധികം ബ്രൗൺ കളറൊന്നും ആയിപ്പോണ്ട, ആ ഒരു പാകത്തിന് മാത്രം വറുത്തെടുക്കുക. റവ നന്നായി വറുത്തതിന് ശേഷം മറ്റൊരു പാത്രത്തിലേക്ക് മാറ്റാം. ഇനി നമുക്ക് വേണ്ടത് ഒരു തേങ്ങ മുഴുവനായി ചിരവിയതാണ്. ഇതൊരു പാത്രത്തിലിട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 3/4 കപ്പ് പഞ്ചസാരയും അല്പം വെള്ളവും ചേർത്ത് നന്നായി ചൂടാകാൻ വെക്കാം. തേങ്ങയും പഞ്ചസാരയും നന്നായി ചൂടായതിന് ശേഷം ഒരല്പം നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ലൊരു ഫ്ലേവറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. അത് ഓപ്ഷണലാണ്, ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതി, നിർബന്ധമൊന്നുമില്ല. അല്പസമയം കഴിയുമ്പോഴേക്കും ഈ ഒരു പരുവമായി വരും. തേങ്ങയും പഞ്ചസാരയും എല്ലാം നന്നായി ഉരുക്കി വന്നിട്ടുണ്ടാവും. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച റവ ഇതിലേക്കിട്ട് നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇത് ചൂടോടുകൂടി തന്നെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കേണ്ടതുണ്ട്. നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കിയെടുക്കുന്ന ടൈമിൽ നമ്മളെ കയ്യിൽ അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങ ഉണ്ടെങ്കിൽ അതും കൂടി ചേർത്ത് കൊടുത്താൽ നമ്മുടെ ലഡു കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. അത് നിർബന്ധമൊന്നുമില്ല കേട്ടോ, കയ്യിലുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ചൂടോടുകൂടി തന്നെ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടില്ലെങ്കിൽ കുറച്ച് സമയം കഴിയുമ്പോൾ ഇത് ഹാർഡായി തുടങ്ങും. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിൽ കിട്ടൂല, ഇത് പൊടിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ചൂടോടുകൂടി തന്നെ റൗണ്ട് ഷേപ്പ് ആക്കി എടുക്കണമെന്ന് പറയുന്നത്. നമ്മളെ ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഒരു 1/2 മണിക്കൂർ വെയിറ്റ് ചെയ്തതിന് ശേഷം കഴിച്ചാൽ മതി കേട്ടോ. അപ്പോൾ നമ്മളെ ലഡു ഒക്കെ ഒന്ന് ഹാർഡായി വരും. അപ്പോൾ ആണ് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റി ആയിട്ടുണ്ടാവുക. അപ്പോൾ നമ്മുടെ റവ കൊണ്ടുള്ള ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണിത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും തുടർന്ന് വരുന്ന വീഡിയോസുകൾ കാണാനും മറക്കല്ലേ.